ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയിട്ടോ വന്നേക്കുന്നത്. അമിഗുറുമിയാണ് ഇത്. ഞാൻ എന്ത് ക്യാരക്ടറാണ് ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. മോൻ എന്നോട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനെടുത്തേക്കുന്ന യാണെന്ന് പറഞ്ഞ മാജിക് നീഡിലിൻ്റെ ബൾക്കി ഷെനിലിയാണാണ്. ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ മാജിക് നീഡിലിൻ്റെ എല്ലാ യാൺസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യാൺ കയ്യിലെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മാജിക് സർക്കിൾ ഫോം ചെയ്യണം. മാജിക് സർക്കിൾ ഫോം ചെയ്യാൻ അറിയാമല്ലോ. അതാ ഇങ്ങനെ എടുത്തിട്ട് ടെക്സ് പോലെ എടുത്തിട്ട് ഇതിൻ്റെ അടി കോഡ് എടുത്തു. എന്നിട്ട് ഇതിനെ പുൾ ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു, മാജിക് സർക്കിളായി. അപ്പോൾ എടുത്തേക്കുന്ന ഹുക്ക് 4mm ഹുക്കാട്ടോ. എന്നിട്ട് നമ്മളൊരു ചെയിൻ ഇടണം. ചെയിൻ ഇട്ടു. ഞാൻ ഈ യാൺ വെച്ചിട്ട് പ്രൊജക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അമിഗുറുമി എല്ലാം നോർമൽ കോട്ടൺ യാൺ വെച്ച് ചെയ്തേക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് 7 സിംഗിൾ ക്രോഷ്യ ഇടാം. ഞാനിപ്പോൾ ഒരു 1 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇത് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ. കണ്ടോ, സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ വലിക്കാം. വലിച്ച സർക്കിൾ ക്ലോസ് ചെയ്യാം. മറ്റ് യാൺസ് പോലെയല്ല കേട്ടോ. ഈ യാണിൽ വർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നല്ല സോഫ്റ്റും നല്ല ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ നമ്മളിവിടെ ചെയ്ത സിംഗിൾ ക്രോഷ്യ അല്ലേ, ഈ സിംഗിൾ ക്രോഷ്യയുടെ അടിയിലേക്ക് കണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇതാ കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്ത എല്ലാ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ ഞാനൊരു ചെയിൻ ഇട്ടു. നിങ്ങൾ എപ്പോഴും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, സ്റ്റിച്ച് മാർക്കർ വെക്കണേ. കാരണം എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനൊരു യാൺ വെക്കാം സ്റ്റിച്ച് മാർക്കറായിട്ട്. ഇതാ കണ്ടോ, അപ്പം ഞാനൊരു വൈറ്റ് യാണ് സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ എല്ലാ സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഞാൻ ചെയ്തു കേട്ടോ. ഇനി അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക്, ഇതാണ് രണ്ടാമത്തെ സ്റ്റിച്ച് കേട്ടോ. ഇത് അതിലേക്കും വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 1, 2, 2 കൊടുത്തു. ഇനി ഇതാ നോക്കൂ, ഇതാണ് തേർഡ് സിംഗിൾ ക്രോഷ്യ. ഇത് ഉണ്ടോ, അതിൻ്റെ അടിയിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. ഇത് 1, 2. ഇതാ ഇതെടുത്തത്, അതിൻ്റെ അടിയിലേക്ക് 2. 1, 2. അങ്ങനെ ആ 7 സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് കൊടുക്കാം കേട്ടോ. 1, 2, 1, 2, 1, 2, 1, 2. കേട്ടോ ലാസ്റ്റ് സ്റ്റിച്ച് കണ്ടോ. അപ്പോൾ നമ്മൾ ആ റൗണ്ട് ഫിനിഷ് ചെയ്തു. ഈ സ്റ്റിച്ച് മാർക്കർ ഇവിടെ കണ്ടോ. ഇനി ആ സ്റ്റിച്ച് മാർക്കർ വലിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് അടുത്ത റോയിൽ സിംഗിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്യണം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. എന്നിട്ട് ഇവിടെ മാർക്കറായിട്ട് യാൺ വയ്ക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ ഇൻക്രീസ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റിച്ച് നോക്കും. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇതാണ് അടുത്ത സ്റ്റിച്ച്. മറ്റേ യാൺസ് പോലെയല്ലേ, ഇതിന് സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 1, 2. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നും ഉണ്ടെങ്കിലും ഈ യാണിൽ നമുക്ക് അത്ര വിസിബിൾ ആയിരിക്കില്ല മിസ്റ്റേക്സ്, മറ്റേ യാൺ കോട്ടൺ യാൺ ചെയ്യുന്ന പോലെ. ഇനി അടുത്ത സ്റ്റിച്ച് ഇതാണ്. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ.
കണ്ടോ, ഒരേ സ്റ്റിച്ചിലേക്ക് 2 എണ്ണം കൊടുത്തു. അങ്ങനെ ഈ റോ ഇങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ വരെ കേട്ടോ, വൺ സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്തതിൽ വരുമ്പോൾ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ അതാ ഈ റോൻ്റെ ലാസ്റ്റ് വരെ എത്തിയിട്ടോ. ഞാൻ ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ആ റോ എൻഡ് ചെയ്തു. ഇത് വലിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം, അങ്ങോട്ടേക്ക് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്രീസ് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് റോയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. നമ്മൾ എന്നിട്ട് സ്റ്റിച്ച് മാർക്കറിന് യാൺ വെച്ചു. എപ്പോഴും അത് വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല എവിടെയാണ് തുടങ്ങി എവിടെയാണ് അവസാനിച്ചതെന്ന്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. മൂന്നാമത്തെ സ്റ്റിച്ച് വരുമ്പം ഇൻക്രീസ്, ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം, 1 2. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, ഇതാണ് രണ്ടാമത്തെ കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ, 1 2. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ്. അപ്പോൾ ഈ റോ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായിട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി കൊടുത്താൽ ഈ റോ കഴിയും. സ്റ്റിച്ച് മാർക്കർ എടുത്തു. ഇനി അടുത്തത്, ഇനി നമ്മൾ പോകുമ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ ഇവിടെ നടുക്ക് ടൈറ്റ് ആക്കിയിട്ടോ വലിച്ചിട്ട്. ഇനി ചെയ്യേണ്ടത് അടുത്ത റോയിൽ 3 സിംഗിൾ ക്രോഷ്യയും പിന്നെ ഒരു ഇൻക്രീസും. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, നമ്മൾ യാൺ വെച്ചു. യാണിതിൻ്റെ അടിയിൽ കൂടെ വെക്കണം. ഓക്കെ, യാൺ വെച്ചു. ഒരു സിംഗിൾ ക്രോഷ്യ നമ്മളിവിടെ ഓൾറെഡി ചെയ്തു. ഇനി രണ്ടാമത്തെ സ്ഥലത്ത് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ചെയ്യേണ്ടത് ഇൻക്രീസ് 1, പിന്നെ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ അടുത്തത് 2. കണ്ടോ, 3 സ്ഥലത്ത് സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് 1 2 3, പിന്നെ ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 എണ്ണം ഒന്നിൽ തന്നെ 1 ഇവിടെ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും. അപ്പോൾ ഇതുപോലെ അങ്ങ് റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ്. ഇതാ കണ്ടോ, ഈ റോ ഇത്രയായി. ഇനി ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ റോ കഴിഞ്ഞു. അപ്പോൾ യാണ് എടുത്ത് മാറ്റി. ഇപ്പോൾ നമ്മൾ ചെയ്തത് റോ 5 അല്ലേ. ഇനി റോ 6 to 10 വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്താൽ മതി. വേറെ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. എല്ലാ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 5 റോ 6 7 8 9 10 അങ്ങനെ 5 റോ ചെയ്യാട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ വെച്ച പോലെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെക്കണം. ഒരു റോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് റോ ആണിത്. ഫസ്റ്റ് റോ എന്ന് വെച്ചാൽ 6th ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത ആദ്യത്തെ റോ. അപ്പോൾ അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ഞാൻ കൊടുത്തു. ഇതാ നോക്കൂ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ സിമ്പിളായിട്ട് എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് കൊടുത്തു പോവാം. ഓക്കെ, അപ്പോൾ ഇത് താഴേക്ക് പതുക്കെ ബെൻഡ് ചെയ്ത് വളഞ്ഞ് ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ശരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിങ്ങനെ താഴേക്ക് പോരുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ ഫേസ് ആട്ടോ ചെയ്യണേ സ്ക്യൂരിറ്റിലിൻ്റെ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഞാൻ ഈ ചെയ്യുന്നില്ലേ അതുപോലെ അങ്ങ് വെറുതെ ചെയ്തു പോവാട്ടോ. എവിടെ ലാസ്റ്റ് 10th റോ വരെ. ഓക്കെ, അപ്പോൾ ഞാൻ 10th റോ കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 10th റോ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ യാണ് ഇവിടുന്ന് മാറ്റിയില്ല. ഓൾമോസ്റ്റ് ഇതിൻ്റെ നേരെ മുകളിലായിരിക്കുമല്ലോ സ്റ്റിച്ച് എൻഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ഊഹം വെച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയോ ചെയ്തത്. അപ്പം ഇതാണ് 6ാമത്തെ റോ. 6 7 8 9 10 അങ്ങനെ 10 എണ്ണം കഴിഞ്ഞു കേട്ടോ. ഇനി ചെയ്യേണ്ടത് 11th റോയിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ യാണ് എടുക്കാം. ഇതിനെ ഇവിടെ വയ്ക്കാം കേട്ടോ. ഇവിടെ വെച്ചു. ഇനി 11th റോയിൽ വരുമ്പം 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല.
1 2 3 4 5 6 7 8 എട്ടാമത്തെ. ഇനി ഇവിടെ തുടങ്ങി നമ്മൾ ഫേസിന് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ ഇൻക്രീസ് വരും. ഇനി 6 സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യണേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ഫസ്റ്റ് ഇൻക്രീസ് കൊടുത്തു. ഇനി ഇവിടെ അടുത്ത സെക്കൻഡ് ഇൻക്രീസ്, സെയിം സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കേട്ടോ. ഇനി ഈ സ്റ്റിച്ചിലേക്ക് തേർഡ് ഇൻക്രീസ് 1 2. ഇവിടേക്ക് അടുത്ത ഇൻക്രീസ് 1 2. നമ്മൾ എത്ര എണ്ണത്തിൽ ഇൻക്രീസ് ചെയ്ത്? 4 എണ്ണത്തിൽ ഇൻക്രീസ് ചെയ്തു കേട്ടോ. ഇനി 5ാമത്തെ ഇൻക്രീസ് 1 2. ഇനി 6th ഇൻക്രീസ് 1 2. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബൾജിങ് പോലെ വന്നില്ലേ ഫേസിൻ്റെ നോസിൻ്റെ ഏരിയ ആയിട്ട്, അതുപോലെ. ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 നോർമലി സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് 4 ഇൻക്രീസ്, ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. അപ്പോൾ 1 ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, ഇവിടെ സെക്കൻഡ് ഇൻക്രീസ്, ഇവിടെ തേർഡ് ഇൻക്രീസ്, ഫോർത്ത് ഇൻക്രീസ്. കണ്ടോ? ഇനി 2 സിംഗിൾ ക്രോഷ്യ, 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്തു കേട്ടോ, ഇൻക്രീസ് ഒന്നുമില്ല, വെറുതെ സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി വീണ്ടും 6 ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം. 1 2, ഇവിടെ 1 2. ഇപ്പോൾ 2 ഇൻക്രീസ് ചെയ്തു. ഇനി 4 ഇൻക്രീസും കൂടി ചെയ്യണം. 3 തേർഡ് ഇൻക്രീസ്, ഫോർത്ത് ഇൻക്രീസ്, ഫിഫ്ത്ത് ഇൻക്രീസ്, സിക്സ്ത് ഇൻക്രീസ്. ഇനി ബാക്കിയുള്ളതിൽ ഇവിടം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെയാണ് കേട്ടോ റോ എൻഡ് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7. ഇങ്ങനെ വന്നാൽ ലാസ്റ്റ് 7 സ്റ്റിച്ച് വന്നാൽ സ്റ്റിച്ചിൻ്റെ കൗണ്ട് കറക്റ്റ് ആണെന്നാണ് അതിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഇനി റോ 12ൽ എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇതങ്ങ് ചെയ്തു പോവാം, എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റോ 12 കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം, അതിനെ സ്പെഷ്യലി കാണിക്കണ്ടല്ലോ. ഇതാ ഇപ്പോൾ കണ്ടോ, റോ 12 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇതിരിക്കുന്ന കണ്ടോ, ഒരു തൊപ്പിയുടെ ഷേപ്പൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതെന്താ ഇങ്ങനെയെന്ന്, ഇതിൻ്റെ ഷേപ്പ് എന്താ ഇങ്ങനെയെന്ന് തോന്നും. പക്ഷെ നമ്മളിനി അടുത്ത റൗണ്ടിൽ ഡിക്രീസ് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ മാർക്കറിയാണ് ഇവിടേക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കാം. പുതിയ റോ സ്റ്റാർട്ട് ചെയ്യുമല്ലേ, ഇവിടേക്ക് റോ 13 ആട്ടോ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോ 13ൽ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 2 സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സിംഗിൾ ക്രോഷ്യ, സെവൻത്ത് സിംഗിൾ ക്രോഷ്യ, എയ്ത്ത് സിംഗിൾ ക്രോഷ്യ. കണ്ടോ, ഇവിടെ വരെ ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഡിക്രീസാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി 6 ഡിക്രീസ്, ഇതിന് മുന്നേ റോയിൽ നമ്മൾ 6 ഇൻക്രീസ് ചെയ്തില്ല, അതിന് പകരം 6 ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ ഫ്രണ്ടിലുള്ള ലൂപ്പിൽ കൂടെ കടത്തിയിട്ട് വലിച്ചെടുത്തു. ബാക്ക് ലൂപ്പ് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഇപ്പറ ഒരു കണ്ടോ,
ഇപ്പുറത്തെ ലൂപ്പില്ലേ, ഫ്രണ്ട് ലൂപ്പ്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഇതിൽ ഫ്രണ്ടിലെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കും. എന്നിട്ട് ഇങ്ങനെ വലിക്കും. 3 ലൂപ്പ് ഇതിൽ വരും ഹുക്കേൽ. അപ്പോൾ പിന്നെ 3ൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്താൽ ഡിക്രീസ് ആയി. ഇത് ഒരു 6 സ്റ്റിച്ചിൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡിക്രീസ് ആയിട്ടോ. ഇനി സെക്കൻഡ് ഡിക്രീസ് അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തു. ഇതിൻ്റെയും അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു. അപ്പോൾ സെക്കൻഡ് ഡിക്രീസ്, തേർഡ് ഡിക്രീസ്, ഇനി ഫോർത്ത് ഡിക്രീസ്, ചെയ്തു. ഇനി ഫിഫ്ത്ത് ഡിക്രീസ്, ചെയ്തു. ഇനി സിക്സ്ത് ഡിക്രീസ്, കണ്ടോ, മൊത്തം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതിന് രണ്ടൊരു കവിളില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതിങ്ങനെ ചെയ്യണേ. അപ്പം ഈ ഇൻക്രീസും ഡിക്രീസും കൊടുത്തത് ചീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി വീണ്ടും എന്താ ചെയ്യുക, 4 ഡിക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ റോയിൽ 4 ഇൻക്രീസ് ചെയ്തു, ഇവിടെ 4 ഡിക്രീസ് ചെയ്യും. അപ്പം ഫസ്റ്റ് ഡിക്രീസ്, ഇവിടെ സെക്കൻഡ് ഡിക്രീസ്, തേർഡ് ഡിക്രീസ്, ഫോർത്ത് ഡിക്രീസ്. കണ്ടോ, ഡിക്രീസ് കഴിഞ്ഞ് ഈ റോളത്തേക്ക് കേട്ടോ. ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ, 1 2. ഇനി നമ്മൾ വീണ്ടും 6 ഡിക്രീസ് ചെയ്യണം കേട്ടോ. നേരത്തെ ഞാൻ അറിയാതെ കേട്ടോ ഡിക്രീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 6 ഡിക്രീസ് കൂടി വേണം. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡിക്രീസ്, സെക്കൻഡ് ഡിക്രീസ്, തേർഡ് ഡിക്രീസ്, ഫോർത്ത് ഡിക്രീസ്, ഫിഫ്ത്ത് ഡിക്രീസ്, സിക്സ്ത് ഡിക്രീസ്. ഇപ്പോൾ നമുക്ക് ഈ റോയിലെ ഡിക്രീസ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഇവിടം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7. കണ്ടോ, നമ്മുടെ റോ കറക്റ്റായിട്ട് 7 സ്റ്റിച്ച് വെച്ച് എൻഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട് ഏകദേശം. ഇനി അടുത്തത് ചെയ്യേണ്ടത് റോ 14 അല്ലേ അടുത്തത്. അപ്പോൾ അതിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം, പിന്നെ ഡിക്രീസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യേണ്ട, ആദ്യം 3 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡിക്രീസ്, പിന്നെ 3 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡിക്രീസ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇവിടേക്ക് സ്റ്റിച്ച് മാർക്കർ പോലെ കയറ്റി വയ്ക്കും. അപ്പോൾ ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ ഇവിടെ ചെയ്തു. ഇനി അടുത്തതിൽ വരുമ്പോൾ ഡിക്രീസ്. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ എടുത്തു, സെക്കൻഡ് ലൂപ്പിൽ കൂടെ എടുത്തു, വലിച്ചു, ഡിക്രീസ് കൊടുത്തു. അപ്പം നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ടാണ് ഈ ഡിക്രീസ് കൊടുത്തത്. അങ്ങനെ ഈ റോ തീരുന്നവരെ ചെയ്യാം. 3 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, 4ാമത്തേൽ ഡിക്രീസ്. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ ഇപ്പം നോക്കൂ, ഈ റോ കഴിഞ്ഞു കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസും ചെയ്തിട്ട് ഇവിടെ വരെ എത്തി. ഇവിടെയാണ് യാൺ വെച്ചത്. നോക്കി ഇതിൻ്റെ ഫേസ് കണ്ടോ, ഒരു ഷേപ്പ് വന്നു തുടങ്ങി. ഇതിന് കണ്ടോ, ചീക്സ് പോലെ. നമ്മൾ ഇതിൽ പോളിഫില്ല് ഫൈബർ ഫില്ല് ചെയ്യുമ്പോൾ എക്സാക്ട് അതിന് നല്ല ഷേപ്പ് കിട്ടും കേട്ടോ.
ചീക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് മുന്നേ ഇൻക്രീസും ഡിക്രീസും ഒക്കെ കൊടുത്തത്. ഇനി അടുത്ത റോ 15 വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ് വരിക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, പിന്നെ വരുമ്പോൾ ഡിക്രീസ്. ഇവിടെ നിന്ന് ഫസ്റ്റ് യാണിന്ന് പുള്ളെടുത്ത് ചെയ്തു, ഇവിടെ ഫ്രണ്ടിൽ കൂടെ പുൾ ചെയ്തു, വലിച്ചു. കണ്ടോ, 1 സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, പിന്നെ വരുമ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ്, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തു, ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചെടുത്തു, പിന്നെ 3ൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. അപ്പോൾ ഡിക്രീസായി. അപ്പോൾ ഇനി ഈ 15th റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ കണ്ടോ, നമ്മൾ ആ റോ ഫിനിഷ് ചെയ്തു കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ഫിനിഷ് ചെയ്തു. അപ്പോൾ കണ്ടോ അതിനെ, കണ്ടോ ഇത് ബാക്ക് കേട്ടോ, തലയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇൻക്രീസും ഡിക്രീസും ഒന്നും നമ്മൾ കൊടുത്തില്ലല്ലോ. ഇത് ഫ്രണ്ട് കേട്ടോ, ഇത് മൂക്കിൻ്റെ ഒരു പോർഷൻ പോലെ വരും, ഇത് 2 ചീക്കും. കണ്ടോ ഇങ്ങനെ വന്നേക്കണുണ്ടോ. ഇനി അടുത്ത റോയിൽ വരുമ്പം നമുക്ക് ചെയ്യേണ്ടത് റോ നമ്പർ 16 ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഡിക്രീസ് കൊടുക്കണം. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്തതിൽ വരുമ്പോൾ നമ്മൾ ഡിക്രീസ് ചെയ്യുക. കണ്ടോ, ഡിക്രീസ് കൊടുത്തു. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്തത് ഡിക്രീസ്. അതിന് മുൻപ് ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനി ഐസ് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പോളിഫിൽ വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് കുറച്ചുകൂടി ചെറുതാവുമല്ലോ ഈ റോ കംപ്ലീറ്റ് ആയാൽ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ ഐസ് ഫിറ്റ് ചെയ്യാം, പിന്നെ പോളിഫിൽ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ അപ്പോൾ ഞാനിവിടെ ഐസ് എടുത്തിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റി ഐസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വച്ച് നോക്കുമ്പോൾ ഇതാണ് ബാക്ക് സൈഡല്ലോ. അപ്പോൾ അത് നേരെ പിടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് കിട്ടും, നമുക്ക് ഫ്രണ്ട് കിട്ടും. ഇതായിപ്പോൾ ഇങ്ങനെ ഇത് 2 ചീക്സ് കണ്ടോ, ഇവിടെ 2 ചീക്സ്, ഇത് നോസ്. അപ്പോൾ ഐസ് ഫിറ്റ് ചെയ്യേണ്ടത് 9-10 റോയിൻ്റെ നടുക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. റോ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഈ 9ഉം 10ൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഐസ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചീക്കിൻ്റെ ഓൾമോസ്റ്റ് നടുക്കായിട്ട് ഇതാ ഇവിടെ ആയിട്ട്, കണ്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഐ വയ്ക്കാം. നോക്കൂ, ഇവിടെ ഒരു ഐ വെച്ചാൽ ഇനി നമ്മൾ 6 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ അടുത്ത ഐ വയ്ക്കാം. അപ്പോൾ 1 2 3 4 5 6 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ ഇതാ ഇവിടെ ആയിട്ട് അടുത്ത ഐ വയ്ക്കാം. ഈ ഐ വെച്ചു. എന്നിട്ട് വെച്ച് നോക്കാം കേട്ടോ, ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലേ, മൂക്കിൻ്റെ നടുക്കല്ലേ, ഐയുടെ പൊസിഷനൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, കണ്ടോ ഇങ്ങനെ 2 കൗള് പോലെ കിട്ടി, ഇങ്ങനെ മൂക്കുമായിട്ട് കിട്ടി. കണ്ടോ, അപ്പോൾ നമുക്കിനി അത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്താൽ ബാക്കിൽ ഇത് വെച്ച് ലോക്ക് ചെയ്യാം. ഇത് ലോക്ക് ചെയ്താൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ബാക്കിൽ ഇതാ നമുക്ക് ഉണ്ടോ, ഇത് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു. ഈ ഐസൊക്കെ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഒക്കെ കിട്ടും കേട്ടോ, വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു സെറ്റായിട്ട് അങ്ങ് വാങ്ങിക്കുന്നത് നല്ലതാണ് അമ്മിക്കുറുമി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു ബാക്കിൽ നിന്ന്. അപ്പോൾ ഐ ഇവിടെ ഫിറ്റായി, ഫിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, മൂക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിത്തെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇതാ ഇവിടെയല്ലേ നമ്മൾ ചെയ്തതും. റോ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസാണ് നമ്മൾ ചെയ്തതും അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഒരു ഡിക്രീസ് കൊടുത്തു. ഇതിപ്പോൾ ഒരു ഡിക്രീസ് സ്റ്റിച്ചാണ്, കാണുമ്പോൾ അറിയാലോ അങ്ങനെ. ഇനി അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഡിക്രീസ് കൊടുക്കാം. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് ഫൈബർ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. ഇതാ ഈ റോ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് റോ നമ്പർ 16 ഫിനിഷായി. അപ്പോൾ നമ്മൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ല് ചെയ്യാൻ പോവാണേ. കണ്ടോ ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇതുവരെ ഈ ഫൈബർ പുറമേ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ബെഡൊക്കെ വാങ്ങിക്കുമ്പോൾ പില്ലോ ഫ്രീ കിട്ടില്ലേ, അപ്പോൾ ആ പില്ലോൻ്റെ ഉള്ളിലുള്ള ഫൈബർ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഫൈബറിൻ്റെ ക്വാളിറ്റി അങ്ങനെ ഇടുന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത് നമ്മുടെ കുഷ്യനൊക്കെ കിട്ടും, ഫ്രീ കിട്ടും, പിന്നെ പില്ലോ കിട്ടും, അതിൻ്റെ ഉള്ളിലത്തെ ഫൈബർ ആട്ടോ ഇത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നന്നായിട്ട് ഈ ചീക്കിൻ്റെ സൈഡിലേക്കൊക്കെ ഇവിടെയൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം, എന്നാലും ചീക്കിന് നല്ല ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ ഇങ്ങനെ മൂക്കിൻ്റെ അവിടേക്കൊക്കെ കയറ്റി വെച്ച് കൊടുക്കും. അത്യാവശ്യം നല്ല തിക്കായിട്ട് കയറ്റി വെക്കണേ ഫൈബർ. ഈ അമ്മിക്കുറുമി ഭയങ്കര ടോയ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വാങ്ങിക്കാൻ ചെല്ലുമ്പം ഭയങ്കര എക്സ്പെൻസീവാണ്. അതിൻ്റെ കാര്യം അതിൻ്റെ
എന്താ പറയുക, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റ് അല്ല, ടൈം ഒത്തിരി കൺസ്യൂം ചെയ്യും. അപ്പോൾ ആ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് അത് ഇത്ര എക്സ്പെൻസീവ് ആവുന്നത്. അപ്പോൾ ഫേസിനൊരു ഷേപ്പ് ആയില്ലേ. ഇനി നമുക്ക് ബാക്കിത്തെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ബോഡിയിലേക്ക് പോവാം, ബോഡി പാർട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റോ 16 എത്തിയാണല്ലോ ഈ ബ്ലൂ യാണിൻ്റെ പ്രോജക്റ്റ് ഇത്ര വരെ ആക്കിയത്. ഇനി നമുക്ക് ബ്ലൂ യാൺ ആവശ്യമില്ല. നമ്മൾ ഇനി ബോഡി ചെയ്യുന്നത് ബീച്ച് കളർ യാൺ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ യാണങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്തതിന് വലിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീജ് കളർ യാൺ എടുക്കാം. ഇതാ അപ്പം ഞാൻ ഈ ബീജ് കളർ യാൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് നമ്മൾ ഇവിടെ നിന്നാണല്ലോ കട്ട് ചെയ്ത് കളഞ്ഞത്, ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഇവിടെ. അപ്പം ഇനി ചെയ്യേണ്ടത്, ഇപ്പം റോ നമ്മൾ 16 അല്ലേ ചെയ്തത്, ഇനി അടുത്തത് റോ നമ്പർ 17 ചെയ്യുവാണേ. അപ്പോൾ റോ നമ്പർ 17 ഈ യാണിപ്പോൾ നോക്കൂ, ഇതിൽ കൂടെ ഇങ്ങനെ പുൾ ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് എടുത്തു. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും 2 എണ്ണം കൂടി വെച്ച് കൊടുക്കുക, ഇൻക്രീസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ റോ 17 ഇൻക്രീസ് എല്ലാ സ്റ്റിച്ചിലും. ഇവിടെ നമ്മൾ യാൺ എടുത്തു, 2 ടിപ്പ് ഒരു ചെയ്തിട്ട് ഈ സിംഗിൾ ക്രോഷ്യ കൊടുക്കണ്ടേ. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്ത സിംഗിൾ ക്രോഷ്യ കൊടുക്കുക സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ. രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ കൊടുത്തു. കണ്ടോ, ഇനി അടുത്ത സ്റ്റിച്ച് ഇത് ഇടയ്ക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുവാണേ. അങ്ങനെ ഈ റോങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതാ കണ്ടോ, റോ കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ 2 സിംഗിൾ ഇൻക്രീസ് കൊടുത്തു. ഇനി ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻക്രീസ് കൊടുക്കാം. എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഇൻക്രീസ് വെച്ച് കൊടുത്തു. ഇനി അടുത്ത റോയിൽ വരുമ്പോൾ റോ 18 ആണ്. ഇനി അടുത്തത് വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ മാർക്കിങ് കയറ്റി വെച്ചു. അടുത്ത സ്റ്റിച്ചിൽ വരുമ്പം ഇൻക്രീസ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് അടുത്ത സ്റ്റിച്ച് ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. മറ്റേ യാൺ പോലെ അല്ല ഈ ഷെനിൽ യാണിന് സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ ഹുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഹോളിലേക്ക് കയറി പൊക്കോളൂ കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തത് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. അതായത് ഇവിടെ ഒരെണ്ണം ചെയ്തു ഞാൻ, ഇനി ഇവിടെ ഒരെണ്ണം കൂടി ചെയ്യും. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ്. ഇതാ ഈ റോ ഫിനിഷ് ചെയ്തു. റോ നമ്പർ 13 നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുത്ത് അവസാനിപ്പിച്ചു. ഇനി റോ 19 തുടങ്ങിയിട്ട് റോ 22 വരെ നമ്മൾ വെറുതെ എല്ലാ റോയിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക ചെയ്യുക. ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ആണ് ഇവിടെ കയറ്റി വയ്ക്കാം. വെറുതെ അങ്ങ് തയ്ച്ചു പോകാം കേട്ടോ. റോ 19, 20, 21, 22 അപ്പോൾ 4 റോയിൽ അങ്ങ് തയ്ച്ചു പോയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ലെങ്തി ആക്കണ്ടല്ലോ വീഡിയോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. റോ 19 to 22. അപ്പോൾ റോ 22 കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ റോ 22 ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ യാണ് എടുത്ത് മാറ്റി. ഇനി അടുത്ത റോ 23 നമ്മൾ ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, ഫസ്റ്റ് സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ, തേർഡ് വൺ, നാലാമത്തേത്, ഇനി അഞ്ചാമത്തെ. ഇനി അത് കഴിയുമ്പോൾ ഇൻക്രീസ്. അപ്പോൾ ഈ സ്റ്റിച്ചിലെ ഇതിൽ തന്നെ 2 എണ്ണം കൊടുക്കുക. 1 സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരെണ്ണം കൂടി. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. 5 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് കേട്ടോ. അതാണ് ഈ റോയിലെ പാറ്റേൺ. അപ്പോൾ നോക്കൂ, നമ്മുടെ റോ 23 ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി റോ 24 ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും
ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് മാർക്കർ ഇവിടെ നിന്ന് മാറ്റുന്നില്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. റോ നമ്പർ 24 കേട്ടോ. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഞാൻ. ഇപ്പോൾ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. റോ നമ്പർ 24 കംപ്ലീറ്റ് ചെയ്തു. ഇനി 25ൽ വരുമ്പം 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് ആട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആണിനെ എടുത്തിട്ട് സ്റ്റിച്ച് മാർക്കറിനെ ഇവിടേക്ക് വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക ആദ്യം നിങ്ങൾ. 1 2 3 4 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഡിക്രീസ് ആട്ടോ. ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലത്തെ ലൂപ്പി കോഡ് എടുത്തു, രണ്ടാമത്തെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു, ഇനി അങ്ങ് പുൾ ചെയ്തു. അപ്പോൾ ഇനി ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്താ അപ്പോൾ ഈ റോയും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ റോ നമ്പർ 25 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്ന റോ ആണ്, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതാ ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റിച്ച് വരിക. ഇനി റോ 26ന് വരുമ്പം 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, എന്നിട്ട് ഒരു ഡിക്രീസ്. അപ്പോൾ ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, പിന്നെ വരുമ്പം ഡിക്രീസ് ചെയ്യണം. കണ്ടോ? അപ്പോൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു, ഇപ്പറ ഉള്ളതിൻ്റെ ഇതാണ് അടുത്ത സ്റ്റിച്ച്, അതിൻ്റെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യുക. 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് കേട്ടോ. ഇതാ അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. റോ നമ്പർ 26 കംപ്ലീറ്റ് ചെയ്തു. ഇനി റോ നമ്പർ 27ൽ 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്. അപ്പോൾ ഇതാട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഡിക്രീസ്. ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു. ലാസ്റ്റിലേക്ക് വരുമ്പം ഈ ആൺസ് പിന്നെയും ടൈറ്റ് ആവുമല്ലോ, അതുകൊണ്ടാട്ടോ നമുക്ക് പുൾ ചെയ്തെടുക്കാൻ അത്ര എളുപ്പമില്ലാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഡിക്രീസാണ് ചെയ്ത്, അത് ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ റോ 27 കഴിഞ്ഞു കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കഴിഞ്ഞു. ഇനി റോ നമ്പർ 28ൽ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കും. അപ്പോൾ 1 2 അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കേട്ടോ. ഇതപ്പോൾ ഈ റോയും ചെയ്ത് തീർത്തുണ്ട് കേട്ടോ. 28 റോ നമ്പർ 28. ഇനി 29ൽ നമ്മൾ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ വെക്കാം കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, പിന്നെ ഒരു ഡിക്രീസ് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ ഡിക്രീസ് കൊടുക്കണം. ലാസ്റ്റ് എത്തുമ്പോഴേ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞ് നിൽക്കണോണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. 1 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്, പിന്നെ അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഡിക്രീസ്, ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ലാസ്റ്റ് വന്നപ്പോഴേ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ തന്നെ അല്ല കേട്ടോ വലിക്കുന്നത്, ഇതിൻ്റെ അടിയിൽ കൂടെയും വലിക്കുവാണ്. കാരണം അത് അത്ര വിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻവിസിബിൾ ഡിക്രീസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഫ്രണ്ട് ഈ ലൂപ്പിൽ കൂടെ മാത്രം നമുക്ക് വലിച്ചെടുക്കാൻ ഈ ലാസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ആ റോ കഴിഞ്ഞു കേട്ടോ. ഇത്ര ആണുള്ളത്, കണ്ടോ, ഇത്ര ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ നമുക്കിനി എല്ലാ സ്റ്റിച്ചിലും ഡിക്രീസ് മാത്രം കൊടുക്കാം കേട്ടോ. ഇനി സിംഗിൾ ക്രോഷ്യ വേണ്ട, എല്ലാത്തിലും ഡിക്രീസ്. 1 ഇവിടെ അടുത്ത ഡിക്രീസ്, അടുത്ത ഡിക്രീസ്, കണ്ടിന്യൂസ് ഡിക്രീസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കാം.
കണ്ടോ ഇത്ര എത്തി. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആണങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നീഡിൽ വെച്ച് ബാക്കിത്തെ തയ്ച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇതപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജ് ഇതിൽ കൂടെ വലിച്ചു. യാണിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ട് കണ്ടോ. ഈ ഹോൾ നമ്മൾ തയ്ച്ച് അവസാനിപ്പിക്കണം. അതിന് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കണ്ടോ അപ്പോൾ ഫുള്ള് തയ്ച്ച് ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ തുമ്പ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇതപ്പോൾ ഇങ്ങനെ ലോക്കാക്കാൻ വേണ്ടി ഇതിൽ കൂടെ എടുത്ത് ഇങ്ങനെ തയ്ച്ചു. പല സ്ഥലത്തെ കൂടെയൊക്കെ കുത്തിയെടുത്ത് അതിനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതാ കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ കണ്ടീഷൻ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ടെയില് ചെയ്യാം കേട്ടോ. അതിന് വീണ്ടും ബ്ലൂ യാൺ എടുത്തു. എന്നിട്ട് ചെയ്യേണ്ടത് മാജിക് സർക്കിൾ ഫോം ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒരു ചെയിൻ ഇട്ടു. ഇനി 6 സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു ടൈലിന്. എന്നിട്ട് ഇതിനെ വലിച്ചിട്ട് ഇത് ലോക്കാക്കാം. മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാം കേട്ടോ. അതിനിങ്ങനെ ഈ അറ്റത്ത് നിന്ന് വലിക്കുമ്പോൾ അത് ക്ലോസ് ആവും. കണ്ടോ അത് ക്ലോസ് ആയി. ഇനി ചെയ്യേണ്ടത് എല്ലാത്തിലും ഓരോ ഇൻക്രീസ് ഇട്ടോ. എല്ലാ സ്റ്റിച്ചിലും 6 സിംഗിൾ ക്രോഷ്യയിലും ഓരോ ഇൻക്രീസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. എല്ലാത്തിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ യാൺ ഇത് മാർക്കർ വയ്ക്കാൻ ഞാൻ വിട്ടുപോയി. നിങ്ങൾ ഫസ്റ്റ് സ്റ്റിച്ച് കഴിയുമ്പോൾ മാർക്കർ വയ്ക്കണം കേട്ടോ. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തേട്ടോ. ഇവിടെ ഞാനിത് എല്ലാത്തിലും ഓരോ 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 6 സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് 12 എണ്ണം വരും. ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇത് വച്ചു. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ് കൊടുക്കണേ. സെക്കൻഡ് സ്റ്റിച്ചിൽ 1 2 സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 1 നെക്സ്റ്റിൽ വരുമ്പോൾ ഇൻക്രീസ്. ഇത് ടെയിലാട്ടോ ചെയ്യണം നമ്മൾ. ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ റോ 3 കഴിഞ്ഞു. ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കഴിഞ്ഞു. ഇനി റോ 4ൽ 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ്. അപ്പോൾ 1 2 യാണ് വയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ആണിൻ്റെ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ ഇൻക്രീസ് 1 സെയിം സ്റ്റിച്ചിൽ തന്നെ രണ്ടാമത്തെ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഞാൻ വെച്ചതിൻ്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് റോ 5 to 8 എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റോ 5 ആട്ടോ. ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് വെച്ചില്ലേ അതിൻ്റെ ഏകദേശം മുകളിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ഈ ഇവിടെ നിന്ന് ഊരിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇവിടേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 8th റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ റോ 8 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റോ 9ൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനടുത്ത് ഇവിടെ വയ്ക്കാം. ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ വയ്ക്കാനും നല്ല സുഖമാണ്. ഇനി റോ 9ൽ ചെയ്യേണ്ടത് 6 ഡിക്രീസ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് ഇവിടെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു, ഇവിടെ ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു കേട്ടോ. ഇങ്ങനെ എടുത്തു ഒരു ഡിക്രീസ് ചെയ്തുകൂടെ. ഇനി അടുത്തത് രണ്ടാമത്തെ ഡിക്രീസ് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു, ഇവിടെയും ഫ്രണ്ട് ലൂപ്പി കോഡ് എടുത്തു. ഇനി
മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. സെക്കൻഡ് ഡിക്രീസ്. ഇനി തേർഡ് ഡിക്രീസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു, ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു, അത് കഴിഞ്ഞിട്ട് മൂന്നിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചു. ഇപ്പോൾ തേർഡ് ഡിക്രീസ് ചെയ്തു. ഇനി ഫോർത്ത് ഡിക്രീസ്. അടുത്തത് ഫിഫ്ത്ത് ഡിക്രീസ്, സിക്സ്ത് ഡിക്രീസ്. കണ്ടോ, ഈ റോയിലെ ഡിക്രീസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നോർമലായിട്ട് 12 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. റോ നമ്പർ 9 കംപ്ലീറ്റ് ചെയ്തു. ഇനി 10 to 21 എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിന് അത് വേണം. അപ്പോൾ 10 to 21 എന്ന് പറയുന്ന അത്രയും റോ നമ്മൾ വെറുതെ എല്ലാ റൗണ്ടിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ 21 ആയിട്ടേ കാണിക്കുള്ളൂ കേട്ടോ. അത് ടെയിലല്ലേ, അത്യാവശ്യം ലെങ്ത് വേണമല്ലോ. അപ്പോൾ അത്രയും റോയിൽ നിങ്ങൾ റോ മാത്രം കൗണ്ട് ചെയ്താൽ മതി, സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവാം എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഒരു 4 ഡിക്രീസ് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത റോകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 ഡിക്രീസ് കൊടുക്കാം. ഇവിടെ ഒരു ഡിക്രീസ്, 2 ഡിക്രീസ്, 3 ഡിക്രീസ്, 4 ഡിക്രീസ്. ഇനി ഒരു 10 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5 6. സോറി കേട്ടോ, ഞാൻ 6 എണ്ണേ ചെയ്തോളൂ. ഞാൻ ലെവൽ വെച്ച് നോക്കുമ്പോഴേ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കും ഇങ്ങനെ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു 4 ഡിക്രീസ് നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ ഇനി ഒരു 4 ഡിക്രീസും കൂടി ചെയ്യാനുള്ളതുള്ളൂ. അപ്പോൾ ഞാൻ 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഇനി 4 ഡിക്രീസ് കൊടുക്കാൻ പോവാം കേട്ടോ. 1 2 3 3 ഡിക്രീസ് കൊടുത്തു. അപ്പോഴത്തേനും നമുക്ക് ഈ റോ എൻഡ് ചെയ്തു. നമുക്ക് ഈ ടെയിലൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പം നമ്മൾ ഈ അമിഗുറുമിയൊക്കെ ചെയ്യുമ്പോഴേ എക്സാക്റ്റ് ഒരു റിട്ടേൺ പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിലും ഏകദേശം നമുക്ക് ഷേപ്പ് കിട്ടുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനതാ ലാസ്റ്റ് റൗണ്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഈ ഞാനിപ്പോൾ ചെയ്ത റൗണ്ടില്ലേ, ആ റൗണ്ടിൽ ഒരു 3 ഡിക്രീസ് കൊടുത്തിട്ട് പിന്നെ ഒരു 6 7 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക, പിന്നെ ഒരു 3 ഡിക്രീസ് കൊടുക്കുക. അത് നിങ്ങൾക്ക് ടോട്ടൽ എത്ര സ്റ്റിച്ച് ഇവിടെ ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യമൊക്കെ ആയിരിക്കും ചെയ്തു തുടങ്ങി ആദ്യമൊക്കെ നമുക്ക് കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പം നമുക്ക് ഏത് ടോയ് കണ്ടാൽ അല്ലെങ്കിൽ ഏത് പ്ലഷി കണ്ടാലും നമുക്കത് സ്വയം ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ ഡെവലപ്പായി വരും. അത് തുടക്കത്തിലേ നമ്മൾ പ്രതീക്ഷിക്കരുത്. തുടക്കത്തിലേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ പാറ്റേൺ വെച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏതെങ്ങനെയാ ചെയ്യാന്നൊക്കെ എളുപ്പത്തിന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോരുവാണ്. ഓൾമോസ്റ്റ് ഇതാ ഇവിടെ റോ എൻഡ് ആയിട്ടോ. കണ്ടോ, ഇതിന്റെ ഏകദേശം നേരം മുകളിലായി. അപ്പൊ ഞാൻ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇത് എൻഡ് ചെയ്യും കേട്ടോ. ഈ ടെയിലിന്റെ വർക്ക് കഴിഞ്ഞു. അപ്പൊ ഒരു ഇതിങ്ങനെ കിടന്നോട്ടെ കേട്ടോ, കാരണം ടെയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണ്ടേ. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ തുമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ വളച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇതിങ്ങനെ തയ്ക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഫൈബർ വെച്ച് ഫില്ല് ചെയ്യണം കേട്ടോ. ഈ ആണെന്ന് മാറ്റാം. ഇതിന്റെ ഉള്ളിൽ നിറയെ ഇത്രയും ഈ ബൾജ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നല്ല ടൈറ്റ് ആയിട്ട് ഫൈബർ ഫില്ല് ചെയ്യണം. ഇത്രയും ഏരിയയിൽ ലൂസായിട്ട് അധികം ഇല്ലാതെ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിനെ വളച്ചിട്ട് ഇതാ ഇങ്ങനെ തയ്ക്കണം. കണ്ടിട്ടില്ലേ ആ പാറ്റേണിൽ? അപ്പൊ ഇങ്ങനെ തയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഞാനിതിൽ ഫൈബർ ഫില്ല് ചെയ്യാം. ഇതാ അപ്പൊ ഞാനിത് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇത് യാൺ എടുക്കാം.
എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പിടിക്കാം, മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിലും കൂടി തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാ ഇങ്ങനെ തയ്ച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്തും കൂടി ഒന്ന് തയ്ച്ചിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങളുടെ കയ്യിൽ ഈ യാണില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നോർമൽ യാണ് വെച്ച് ചെയ്യാം കേട്ടോ, ഒന്നും പേടിക്കാനില്ല. സാധാരണ കിട്ടുന്ന 30 റുപ്പീസിൻ്റെ യാണില്ലേ, അത് നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്, അത് വെച്ചും ഇത് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഷേപ്പ് ഇതുപോലെ തന്നെ കിട്ടും, സ്റ്റിച്ചുകളുടെ എണ്ണത്തിന് മാറ്റില്ല, ഇത്ര സൈസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇച്ചിരി വലുതല്ലേ, അത് ഇതിൻ്റെ യാൺ സൈസ് വലുതായതുകൊണ്ടാണ് ഇതിങ്ങനെ വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ യാൺ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സൈസ് വലുതാവണമെങ്കിൽ യാണിന് വലിപ്പം ഇച്ചിരി കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുവാണ്. ഇതിനെ എന്നിട്ട് ഇതിലെ എടുത്തിട്ടൊന്ന് പുള്ള് ചെയ്തെടുക്കാം വേറെ സൈഡിലേക്ക്. ഇതാ ഇങ്ങനെ പുള്ള് ചെയ്ത് സെക്യൂർ ചെയ്തു. ഇതിനെ അതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ പുള്ള് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് വെട്ടിക്കളയാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം കേട്ടോ, ഇപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാനൊന്നും വേണ്ട. ഓക്കെ, ഇപ്പോൾ ടെയിൽ കഴിഞ്ഞു, കണ്ടോ, ടെയിൽ ഇങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇതിൻ്റെ കാലും പിന്നെ കയ്യും ആട്ടോ ചെയ്യേണ്ടത്. അപ്പം അതിന് യാൺ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിലെ 2 കാലുകൾ ചെയ്യാം കേട്ടോ. അതിനൊരു മാജിക് റിങ് ഇട്ടു, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ചെയിൻ ഇട്ടു കേട്ടോ ഇവിടെ. എന്നിട്ട് ഇനി 4 സിംഗിൾ ക്രോഷ്യ, 1 2 3 4. എന്നിട്ട് നമ്മളിതിനെ പുള്ളി ചെയ്യുന്നു, പുള്ളി ചെയ്ത് ക്ലോസ് ചെയ്യുന്നു ഈ സർക്കിളിനെ. ഓക്കെ, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് വലിക്കാം കേട്ടോ, ടൈലൻ്റ് വലിക്കാം, ടൈറ്റാക്കി. ഇനി അടുത്ത് ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും 4 സ്റ്റിച്ചല്ലേ കൊടുത്തത്, എല്ലാത്തിലും ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 8 എണ്ണമാവും. ഇവിടെ 2 എണ്ണം ചെയ്തു. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം കേട്ടോ. 1 2, ഇവിടെ 1 2 1 2. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും 4 സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിൽ വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്. ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഞാൻ ഈ ആണ് ഇവിടെ സ്റ്റിച്ച് മാർക്കറായിട്ട് വെച്ചു. ഇനി അടുത്തതിൽ വരുമ്പം ഇൻക്രീസ് ആട്ടോ കൊടുക്കണ്ടേ, 2 സ്റ്റിച്ച്. വൺ, പിന്നെ അവിടെ തന്നെ ഒരെണ്ണം കൂടി 2. ഇനി അടുത്തതിൽ ഒരു സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്തതിൽ വരുമ്പം ഇതാണ് അടുത്ത സ്റ്റിച്ച് ഇട്ടോ ഇവിടെ. അതിൽ വരുമ്പം 2 എണ്ണം, 1 2. ഇനി അടുത്തതിൽ ഒരെണ്ണം, പിന്നെ വരുമ്പോൾ 2 എണ്ണം, 1 2. പിന്നെ ഒരെണ്ണം, പിന്നെ ഇൻക്രീസ് 1 2. ഇവിടെ ഒരെണ്ണം, ഇവിടെ വരുമ്പം ഇൻക്രീസ്. ഇനി അടുത്ത റോയിൽ വരുമ്പം എല്ലാത്തിലും സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. റോ 5 എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ.
1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച് കേട്ടോ. കറക്റ്റ് 12 സ്റ്റിച്ചാണ് വേണ്ടത് കേട്ടോ. ഇനി അടുത്തത് വരുമ്പം റോ 5 വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഡിക്രീസ് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. ഈ ആണ് ഇവിടെ കയറ്റി വയ്ക്കാം. ഇനി അടുത്തത് വരുമ്പം ഡിക്രീസ് ആണ്. അപ്പോൾ ഇതിൽ കൂടെ എടുത്തു. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ ഇതിൽ കൂടെ എടുത്തു ഒരു ഡിക്രീസ് കൊടുത്തു. ഇനി അടുത്തത് വരേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് വരേണ്ടത് ഒരു ഡിക്രീസ്. ഇതിൽ വരുമ്പോഴേ നമുക്ക് ഇൻവിസിബിൾ ഡിക്രീസ് തന്നെ ചെയ്യണമെന്നില്ല. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമല്ല, 2 ലൂപ്പിൽ കൂടെ വലിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വീണ്ടും ഡിക്രീസ്. കണ്ടോ, ഞാൻ 2 ലൂപ്പിൽ കൂടെ വരിക്കുക. കാരണം ഈ ഷെനിൽ യാൺ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവിസിബിൾ ഡിക്രീസ് അല്ല, നോർമൽ ഡിക്രീസ് കൊടുത്താലും കുഴപ്പമില്ല. ആ സമയം കോട്ടൺ യാൺ വെച്ച് അമ്മിക്കുറുമി ചെയ്യുമ്പോൾ എപ്പോഴും ഇൻവിസിബിൾ ഡിക്രീസ് കൊടുക്കണം. ഇവിടെ ഒരു ഡിക്രീസ് ചെയ്തു. ഞാൻ അടുത്തത് സിംഗിൾ ക്രോഷ്യ, അടുത്തത് വരുമ്പോൾ ഡിക്രീസ്, അടുത്തത് സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് 6ഉം 7ഉം റോ. നമുക്ക് ഇപ്പോൾ 5th റോ അല്ലേ ചെയ്തത്. ഇനി 6ഉം 7ഉം ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് എല്ലാ റോയിലും കൊടുക്കുക കേട്ടോ. വേറെ നമ്പർ നോക്കാനൊന്നും നിൽക്കണ്ട. എല്ലാ സ്റ്റിച്ചിൻ്റെ മുകളിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അപ്പം ഞാൻ 6ഉം 7ഉം റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ 2 റോ നമ്മൾ വെറുതെ ചെയ്യുക ചെയ്ത് എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അപ്പം നമ്മൾ ഫ്രണ്ടിലെ മുകളിലത്തെ കാലിൻ്റെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതേ പാറ്റേണിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഇപ്പം ഞാൻ താഴെയുള്ള കാലിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന് നമ്മൾ മാജിക് സർക്കിൾ ഇട്ടിട്ടല്ല കേട്ടോ ചെയ്യണം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ ഇടാം. അപ്പം ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഒരു 5 ചെയിൻ ചെയ്യണേ. മുകളിലെ കാലിന് നമ്മൾ മാജിക് സർക്കിൾ ഇട്ടാണ് ചെയ്തത്. 5 ചെയിൻ ഇടാം. 1 2 3 4 5. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതില്ലേ അടുത്ത ഈ തൊട്ട് താഴെയുള്ള സ്റ്റിച്ച് അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറമുള്ള ഇടത്തേക്കും ഒരു സിംഗിൾ ക്രോഷ്യ, അതിൻ്റെതായി ഇവിടെയുള്ള ഈ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ വരുമ്പം ഇവിടെ വരുമ്പം 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. 1 2 ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇതിനെ മേലോട്ടാക്കാതാ. ഇതിപ്പോൾ ഈ സൈഡിലല്ലേ ചെയ്തത്, ഇനി ഈ സൈഡിൽ ചെയ്യണം. അപ്പോൾ അതിനിങ്ങനെ മേലോട്ടേക്ക് തിരിച്ചിട്ട് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സോറി, ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചില്ലേ ഇവിടെ, അവിടെ ചെയ്യണ്ട. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 3 എണ്ണത്തിൽ 1 2 3 സിംഗിൾ ക്രോഷ്യ. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്. അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻക്രീസ് കൊടുക്കാം. 1 2 സെയിം സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കൊടുത്തു. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. എന്നിട്ട് എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് കൊടുക്കാം. 1 2 ഇവിടെ 2 എണ്ണം കൊടുത്തു. ഇനി ഇവിടെ 1 2 കൊടുത്തു. ഇനി ഇപ്പുറത്തെ സ്റ്റിച്ചിൽ ഇവിടെ 1 2 1 2. ഇനി ഇവിടെ 1 ഇതൊരു റൗണ്ട് ഷേപ്പിലേക്ക് വരുന്നത് കണ്ടോ. 1 2 ഇവിടെ 1 2 ഇവിടെ 1 2
ഇവിടെ 1 2 ഇവിടെ അതുപോലെ 1 2 ഇവിടെ 1 2 കണ്ടോ. ഈ റൗണ്ട് കഴിഞ്ഞു. ഇൻക്രീസാണ് ചെയ്തല്ലോ. ഇനി എല്ലായിടത്തും ഇപ്പം ഈ ചെയ്തില്ല ഇത്ര, ഇതിൻ്റെ ചുറ്റിനും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അടുത്ത റോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. റോ നമ്പർ 4 എല്ലാത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടപ്പോൾ ഞാൻ എല്ലാത്തിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വന്നു. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡിക്രീസ് ആട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ഇതാ ഇതിൽ കൂടെ എടുത്തു, ഇതിലേയും എടുത്തു, ഒരു ഡിക്രീസ് കൊടുത്തു, എല്ലാ സ്റ്റിച്ചിലും ഡിക്രീസ്. ഇനി ഇവിടെ നിന്ന് എടുത്തു, ഇതിൽ കൂടെ എടുത്തു, ഡിക്രീസ്, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് എടുത്തു, മൂന്നിൽ കൂടെ വലിച്ച് ഡിക്രീസ്, അടുത്ത സ്റ്റിച്ചിൽ കൂടെ എടുത്തു, ഡിക്രീസ്, ഡിക്രീസ് കൊടുത്തു, ഒരു ഡിക്രീസിനും കൂടിയുള്ള സ്ഥലമുണ്ട്. അപ്പം ലാസ്റ്റ് ഡിക്രീസും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നുണ്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ഇതിലൊക്കെ ഫൈബർ ഫില്ല് ചെയ്യണം കേട്ടോ. 4 കാലിൻ്റെ ഉള്ളിലും നമുക്ക് ഫൈബർ ഫില്ല് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ഇനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നല്ലോ. ഫൈബർ എങ്ങനെ വെറുതെ കുറച്ച് ഫൈബർ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം, അത്രേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ ശരിക്കും ലോക്കാക്കി അങ്ങ് വലിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ബാക്കിലെ 2 കാലും ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തെ ഷെല്ലാട്ടോ. അപ്പോൾ ആ ഷെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഹോബി സ്റ്റോറിൻ്റെ തന്നെ ഈ കളർ ബ്രൗൺ കളർ ഷെനിൽ യാൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു യാൺ, ഇത് 100 ഗ്രാംസിൻ്റെ യാണാണ്. അപ്പോൾ ഈ പിങ്ക് കളർ നമുക്ക് സ്ക്വിർട്ടിലിൻ്റെ ലൈറ്റ് ബ്ലൂ ചെയ്യാൻ വേണ്ടി തന്നെ യാണിൻ്റെ ഒരു 90% യൂസ് ചെയ്തു. അപ്പോൾ ഈ യാണിന് 140 റുപ്പീസ് എന്നാണ് എൻ്റെ ഓർമ്മ, 110 or 140. അപ്പോൾ അത്രയും വെച്ച് നമുക്ക് ഒരു ഇതുപോലത്തെ സ്ക്വിർട്ടിൽ ഈ ഷെനിൽ യാണാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷെനിൽ യാണിൽ 3 സൈസ് ഉണ്ട്. അതിൽ നടുക്കുള്ള ഐറ്റമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ എന്താ ഇതിൻ്റെ പേര്, ബൾക്കി ഷെനിലിയാൺ കണ്ടോ. മറ്റേത് ഏറ്റവും ചെറുത്, ഇതിൻ്റെ തന്നെ ഏറ്റവും തിന്ന് അരാൻ ഷെനിലിയാൺ ആണ്. മറ്റേത് സൂപ്പർ ബൾക്കി ഏറ്റവും വലുത്. എനിക്ക് അതിൻ്റെ മീഡിയം സൈസാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാജിക് റിംഗ് ഉണ്ടാക്കണം. ഓക്കെ, മാജിക് റിംഗ് ഉണ്ടാക്കി ഇനി ഇതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ചെയിൻ ഇട്ടു, 6 സിംഗിൾ ക്രോഷ്യ, 1 2 3 4 5 6. ഇനി ഇത് പുള്ളി ചെയ്ത് ടൈറ്റ് ആക്കാം കേട്ടോ. ഇനി ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു, ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് എല്ലാത്തിലും ഓരോ ഇൻക്രീസ് കൊടുക്കാം കേട്ടോ. എല്ലാ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ്. ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, ഇവിടെ ഒരു ഇൻക്രീസ് കൊടുത്തു, ഇവിടെ ഒരു ഇൻക്രീസ്, ഇവിടെ ഒരു ഇൻക്രീസ്, ഇവിടെ ഒരു ഇൻക്രീസ്, കണ്ടോ. ഇനി ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട്, ഇവിടെയും കൂടി ഒരു ഇൻക്രീസ് ഇട്ടോ, 2. കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്. ഞാനത് ഫുള്ള് കാണിക്കുന്നില്ല, എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അടുത്തതിൽ വരുമ്പോൾ ഒരു ഇൻക്രീസ്, 1 2 സെയിം തന്നെ. ഇനി ബാക്കി തീരുന്നവരെ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. ഇതാ റോ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് കേട്ടോ, 1 2 പിന്നെ ഇൻക്രീസ്. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ എല്ലാ റോയിലും മാറ്റി വെക്കണം കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാനിത് മാറ്റി വെക്കാതെ ഇവിടെ വെച്ചേക്കുന്നത് എനിക്കതൊരു ഐഡിയ കിട്ടും എവിടെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ സ്റ്റിച്ച് മാർക്കർ വെക്കണേ. അപ്പോൾ നമ്മുടെ ഈ റോയും ഫിനിഷ് ആയിട്ടോ. 2 സിംഗിൾ ക്രോഷ്യം ഒരു ഇൻക്രീസും ആണ് കൊടുത്തത്. റോ നമ്പർ 4 ആണ് ചെയ്തത്. ഇനി ചെയ്യേണ്ടത് 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ് കേട്ടോ. അപ്പം 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ വരുമ്പോൾ ഇൻക്രീസ്.
1 2 അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ ഈ റോ കഴിഞ്ഞു. ഇനി അടുത്ത റോയില് 4 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കേട്ടോ. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, പിന്നെ ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ് 1 2. ഓക്കെ, അതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടോ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കഴിഞ്ഞു. ഇനി റോ 7ൽ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് 1 2 3 4 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ വരുമ്പം ഇവിടെ വരുമ്പം ഇൻക്രീസ് 1 2. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് ഒരു ഷെല്ലിന്റെ ഷേപ്പ് ആയതോടുകൂടി നമ്മൾ ഷെല്ലിന്റെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് വെച്ച് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. ഇതാ അപ്പോൾ നമ്മുടെ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പം ഇതാ ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് സൈസാണ്, ഷെൽ സൈസ്. വേണമെങ്കിൽ ഒരു റോയും കൂടി ചെയ്യാം നമുക്ക്. പക്ഷേ ഇനി ഇതിന് ഒരു ബോർഡർ പോലെ വൈറ്റ് കളർ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കറക്റ്റ് പാകത്തിനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഷെല്ലിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഒരു വൈറ്റ് ഇതുപോലെ ചങ്കിയാണ്. അത് ഇതിനേലും ഇച്ചിരി കൂടി കട്ടിയുള്ള യാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്ത യാണിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള യാണാണ്. ഇത് വെച്ചിട്ട് എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. എൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കാം. കണ്ടോ ഇങ്ങനെ. ഇത് വെച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, ഓരോ സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ ചുറ്റും കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ ഷെല്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വെക്കുമ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതൊക്കെ തയ്ക്കണം കേട്ടോ, തയ്ച്ച് ചേർക്കണം. ഇതൊക്കെ കാല് രണ്ടും കൂടെ വെക്കണം, ഫ്രണ്ടിൽ ഇത് വെക്കണം, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കണം. ഓക്കെ, അതിന് മുന്നേ ഇതിനൊക്കെ മുന്നേ പോളി ഫൈബർ ഇതിലൊക്കെ ഫില്ല് ചെയ്യണേ. എക്സസ് യാണ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഇതേക്കൂടെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശരി, ഓക്കെ. ഈ എക്സസ് യാണ് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇനി ലെഗ്സ് ഇനി ടെയിൽ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ കേട്ടോ, ടെയിൽ അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ ഞാനിതിൽ എല്ലാ ലെഗ്സും അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ. ഒരു ലെഗ് അറ്റാച്ച് ചെയ്യുന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് കൈയും മുകളിലത്തെ ലെഗും താഴത്തെയൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് സെയിം പാറ്റേണിലാണ്. ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോയി, 1 മണിക്കൂറിന് മുകളിലുണ്ട് കേട്ടോ വീഡിയോ. കാരണം അമ്മികുറുമിയുടെ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ എന്തായാലും മിനിമം 1 മണിക്കൂർ ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ കാണും. അതുകൊണ്ടാണ് പലരും അമ്മികുറുമി വീഡിയോസ് ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ക്ഷമാപൂർവ്വം കാണുക, ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചെയ്തതിൻ്റെ റിസൾട്ട്സ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ അയച്ചു തരാം കേട്ടോ. താങ്ക് യു.